LibreOffice Impressന്റെ സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുക LibreOffice Impressന്റെ ആമുഖം, Impressലെ വിവിധ ടൂൾബാർസ്, എങ്ങനെയാണ് പുതിയൊരു പ്രസന്റേഷൻ സൃഷ്ടിക്കേണ്ടത്, എങ്ങനെയാണ് MS PowerPoint പ്രസന്റേഷനിലേക്ക് സേവ് ചെയ്യേണ്ടത്, MS PowerPoint പ്രസന്റേഷൻ എങ്ങനെയാണ് തുറക്കേണ്ടത്, കൂടാതെ Impressൽ ഒരു PDF ഡോക്യുമെന്റായി എക്സ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്. LibreOffice Impress എന്നത് LibreOffice Suiteന്റെ പ്രസന്റേഷൻ മാനേജർ ആണ്. ഇത് ശക്തമായ പ്രസന്റേഷൻ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നു. ഇത് മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർപോയിന്റിന് തത്തുല്യമാണ്. LibreOffice Impress സൗജന്യമായ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. കൂടാതെ ചിലവില്ലാതെയും സൗജന്യമായി വിതരണം ചെയ്യാവുന്നതാണ്. LibreOffice Suiteൽ പ്രവർത്തിച്ചു തുടങ്ങാൻ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് വിൻഡോസ് 2000 കൂടാതെ അതിന്റെ ഉയർന്ന പതിപ്പുകളായ MS Windows XP അല്ലെങ്കിൽ MS Windows 7 അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ GNU/Linux എന്നിവയോ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് 10.04 കൂടാതെ LibreOffice Suite പതിപ്പ് 3.3.4 എന്നിവയാണ്. നിങ്ങൾക്ക് LibreOffice Suite ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് Impress ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സിനാപ്റ്റിക് പാക്കേജ് മാനേജറിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റിലുള്ള ഉബുണ്ടു ലിനക്സ് ട്യൂട്ടോറിയൽസ് പരിശോധിച്ച് വെബ്സൈറ്റിലെ നിർദ്ദേശപ്രകാരം LibreOffice Suite ഡൌൺലോഡ് ചെയ്യുകയും ചെയ്യുക. വിശദമായ നിർദ്ദേശങ്ങൾ LibreOffice Suiteനെക്കുറിച്ചുള്ള ആദ്യ ട്യൂട്ടോറിയൽ ലഭ്യമാണ്. Impress ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാൻ ഓർക്കുക. നിങ്ങൾ ഇതിനോടകം LibreOffice Suite ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിന്റെ മുകളിൽ ഇടതുഭാഗത്തായി ആപ്ലിക്കേഷൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വഴി LibreOffice Impress കണ്ടെത്താവുന്നതാണ്. തുടർന്ന് LibreOffice ഓപ്ഷനിലെ Officeൽ ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ ഡയലോഗ് ബോക്സ് വിവിധ LibreOffice ഘടകങ്ങളുമായി തുറക്കുന്നു. LibreOffice Impress ആക്സസ് ചെയ്യാൻ പുതിയ ഡയലോഗ് ബോക്സിലെ പ്രസന്റേഷനിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ ഡയലോഗ് ബോക്സിലെ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇത് പ്രധാന Impress വിൻഡോയിലെ ഒരു ശൂന്യമായ ഡോക്യുമെന്റ് തുറക്കും. ഇനി നമുക്ക് Impress വിൻഡോയിലെ പ്രധാന ഘടകങ്ങളെക്കുറിച്ച് പഠിക്കാം. Impress വിൻഡോയ്ക്ക് ടൈറ്റിൽ ബാർ, മെനു ബാർ, സ്റ്റാൻഡർഡ് ടൂൾബാർ, ഫോർമാറ്റിംഗ് ബാർ കൂടാതെ സ്റ്റാറ്റസ് ബാർ തുടങ്ങിയ വിവിധ ടൂൾബാർസ് ഉണ്ട്. ട്യൂട്ടോറിയൽസ് പുരോഗമിക്കുന്നതോടെ നമ്മൾ ടൂൾബാർസുകളെക്കുറിച്ച് കൂടുതൽ പഠിക്കും. നമ്മൾ ഇപ്പോൾ ആദ്യ പ്രസന്റേഷനു വേണ്ടി പ്രവർത്തിക്കാറായിരിക്കുന്നു. ഇനി ഫയൽ അടയ്ക്കുക. ഇനി നമുക്ക് ആപ്ലിക്കേഷൻസിലേക്ക് പോയിട്ട് ഓഫീസ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് LibreOffice Impressൽ ക്ലിക്ക് ചെയ്യുക. ഫ്രോം ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്യുക. റികമെൻഡേഷൻസ് ഓഫ് a സ്ട്രാട്ടജി തിരഞ്ഞെടുക്കുക. പിന്നീട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെലക്ട് a സ്ലൈഡ് ഡിസൈൻ ഡ്രോപ്പ് ഡൌണിൽ പ്രസന്റേഷൻ ബാക്ക്ഗ്രൌണ്ട്സ് തിരഞ്ഞെടുത്ത ശേഷം ബ്ലൂ ബോർഡർ തിരഞ്ഞെടുക്കുക. സെലക്ട് ആൻ ഔട്ട്പുട്ട് മീഡിയം ഫീൽഡിൽ ഒറിജിനൽ തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് സ്ലൈഡ് ട്രാൻസിഷനുകൾ നിർമ്മിക്കാനുള്ള പടിയാണ്. എല്ലാ ഓപ്ഷനുകളും അതുപോലെ വിടുക. എന്നിട്ട് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. What is your name ഫീൽഡിൽ നിങ്ങൾക്ക് സ്വന്തം പേരോ അല്ലെങ്കിൽ കമ്പനിയുടെ പേരോ ടൈപ്പ് ചെയ്യാം. ഞാൻ A1 Services എന്ന് ടൈപ്പ് ചെയ്യുന്നു. What is the subject of your presentation എന്ന ഫീൽഡിൽ Benefits of Open Source എന്ന് ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഈ പടി പ്രസന്റേഷൻ വിവരിക്കുന്നു. എല്ലാ ഓപ്ഷൻസും ഡിഫോൾട്ടായി കിടക്കുന്നു. ഒന്നും തന്നെ മാറ്റരുത്. അവ പ്രസന്റേഷനുള്ള ഉദാഹരണ ശീർഷകങ്ങളാണ്. ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. LibreOffice Impressൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആദ്യ പ്രസന്റേഷൻ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ പ്രസന്റേഷൻ എങ്ങനെയാണ് സേവ് ചെയ്യുക എന്ന് നോക്കാം. ഫയലിലും പിന്നെ സേവിലും ക്ലിക്ക് ചെയ്യുക. സേവ് ഡയലോഗ് ബോക്സ് തുറക്കും. ഈ ഫയൽ നമ്മൾ സാമ്പിൾ ഇംപ്രസ് ആയി സേവ് ചെയ്യും. അതിന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. Impress ഓപ്പൻ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നത് .odp എന്ന എക്സ്റ്റൻഷനായി സേവ് ചെയ്യപ്പെടും എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഫയൽ അടയ്ക്കും. പ്രസന്റേഷൻ അടയ്ക്കാൻ ഫയൽ തുടർന്ന് ക്ലോസിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി LibreOffice Impress പ്രസന്റേഷൻ ഒരു മൈക്രോസോഫ്റ്റ് പവർപോയിന്റ് പ്രസന്റേഷനായി സേവ് ചെയ്യാൻ പഠിക്കാം. നമ്മൾ ഇനി സാമ്പിൾ ഇംപ്രസ് പ്രസന്റേഷൻ വീണ്ടും തുറക്കുകയും ഫയൽ കൂടാതെ ഓപ്പനിൽ ക്ലിക്ക് ചെയ്ത് സാമ്പിൾ ഇംപ്രസ് തിരഞ്ഞെടുക്കും.
ഡിഫോൾട്ടായി LibreOffice ഇംപ്രസ് ഡോക്യുമെന്റ്സ് നെ ഓപ്പൻ ഡോക്യുമെന്റ് ഫോർമാറ്റ് ODP ൽ സേവ് ചെയ്യും. ഒരു പ്രസന്റേഷൻ മൈക്രോസോഫ്റ്റ് പവർപോയിന്റ് സേവ് ചെയ്യാൻ ഫയലും സേവ് ആസ് ഉം ക്ലിക്ക് ചെയ്യുക. ഫയൽ ടൈപ്പിൽ മൈക്രോസോഫ്റ്റ് പവർപോയിന്റ് തിരഞ്ഞെടുക്കുക. സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കീപ് കറന്റ് ഫോർമാറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ ഇപ്പോൾ പിപിടി ആയി സേവ് ചെയ്തു. ഫയലും ക്ലോസിലും ക്ലിക്ക് ചെയ്ത് ഈ ഫയൽ അടയ്ക്കാം. അടുത്തതായി നമ്മൾ കാണുക LibreOffice ഇംപ്രസ് ൽ എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് പവർപോയിന്റ് പ്രസന്റേഷൻ തുറക്കുക എന്ന്. ഫയലിലും ഓപ്പണിലും ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ തുറക്കാൻ ഉദ്ദേശിക്കുന്ന പിപിടി ഫയൽ ബ്രൌസ് ചെയ്യുക. ഫയൽ തിരഞ്ഞെടുക്കുകയും ഓപ്പൻ ക്ലിക്ക് ചെയ്യുക. അവസാനമായി നമ്മൾ ഒരു LibreOffice ഇംപ്രസ് പ്രസന്റേഷൻ എങ്ങനെയാണ് PDF ഫയലായി എക്സ്പോർട്ട് ചെയ്യുക എന്ന് പഠിക്കും. ഫയലിലും എക്സ്പോർട്ട് PDF ലും ക്ലിക്ക് ചെയ്യുക. PDF ഓപ്ഷൻസ് ഡയലോഗ് ബോക്സിൽ എല്ലാ ഓപ്ഷൻസും ഉള്ളതുപോലെ വിടുകയും എന്നിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫയൽ നെയിം ഫീൽഡിൽ സാംപിൾ ഇംപ്രസ് എന്ന് ടൈപ്പ് ചെയ്യുക. സേവ് ഇൻ ഫോൾഡർ ഫീൽഡിൽ ഫയൽ സേവ് ചെയ്യാനുള്ള ലൊക്കേഷൻ തിരഞ്ഞെടുക്കുകയും സേവ് ൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യാം. ഈ ഡോക്യുമെന്റ് ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഒരു PDF ഫയലായി സേവ് ചെയ്തിരിക്കുന്നു. ഇത് നമ്മെ LibreOffice ഇംപ്രസ് നെക്കുറിച്ചുള്ള ട്യൂട്ടോറിയലിന്റെ അന്ത്യത്തിലെത്തിക്കുന്നു. ചുരുക്കത്തിൽ നമ്മൾ പഠിച്ചത് ഇംപ്രസിലെ വിവിധ ടൂൾബാർസ്, പുതിയ പ്രസന്റേഷൻ എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത്, MS പവർപോയിന്റ് പ്രസന്റേഷനായി എങ്ങനെയാണ് സേവ് ചെയ്യുക, ഒരു MS പവർപോയിന്റ് പ്രസന്റേഷൻ എങ്ങനെയാണ് തുറക്കേണ്ടത്, കൂടാതെ ഇംപ്രസിൽ PDF ഡോക്യുമെന്റായി എങ്ങനെ എക്സ്പോർട്ട് ചെയ്യുക. ഈ കോംപ്രിഹെൻഷൻ അസൈൻമെന്റ് പരീക്ഷിക്കുക. പുതിയ ഡോക്യുമെന്റ് തുറക്കുകയും ആദ്യ സ്ലൈഡിൽ കുറച്ച് ടെക്സ്റ്റ് എഴുതുകയും ചെയ്യുക. ഇത് MS പവർപോയിന്റ് ഡോക്യുമെന്റായി സേവ് ചെയ്യുകയും അടയ്ക്കുകയും ചെയ്യുക. ഇനി നമ്മൾ കണ്ടിട്ടുള്ള ഫയൽ വീണ്ടും തുറക്കുക. താഴെ കാണുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് സമ്മറൈസ് ചെയ്യുന്നു. നിങ്ങൾക്ക് മികച്ച ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് കാണാം. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് ടീം സ്പോക്കൻ ട്യൂട്ടോറിയൽസ് ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ ജയിക്കുന്നവർക്ക് സാക്ഷ്യപത്രങ്ങൾ നൽകുന്നു. കൂടുതൽ വിശദാംശങ്ങൾക്കായി എഴുതുക spoken-tutorial.org. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് എന്നത് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മുഖാന്തരമാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് spoken-tutorial.org/nmeict-intro ൽ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ശാലു ശങ്കർ, IIT ബോംബെ. ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി.